തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പിടിക്കാൻ UDF കളത്തിലിറക്കുന്നത് CMPയുടെ CP ജോണിനെയാണ്. CP, അപ്പോൾ ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പിടിക്കാനായിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ? UDF ആദ്യമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ 100% വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് മണ്ഡലത്തിൽ പ്രചരണത്തിനായി ഇറങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? ഈ മണ്ഡലം വളരെ പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. നമ്മൾ ഈ മണ്ഡലത്തെ ആകെ മാറ്റിമറിക്കുമെന്നൊക്കെ പറയുന്നതിൽ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് വരെയുള്ള എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഭീമാപ്പള്ളിയും വെട്ടുകാടും അങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഭരണകസ്രാ കേന്ദ്രങ്ങൾ എല്ലാം നിൽക്കുന്നതാണ്. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറാണ് ഈ മണ്ഡലം കിടക്കുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറയുന്നത് പണ്ട് വെസ്റ്റ്, തിരുവനന്തപുരം വെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടത്. അവിടെ താമസിക്കുന്നത് താരതമ്യേന പാവപ്പെട്ട ആളുകളാണ്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ജീവിതം സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവരുടെ വീടുകളൊക്കെ ചോർന്നൊലിക്കുകയാണ്. അവർ ടോയ്ലറ്റുകൾ പലതും വർക്ക് ചെയ്യുന്നില്ല. ഞാനത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്രയും പ്രയാസത്തിലാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച്. എന്നോട് ഡോക്ടർ ആരിഫ, സോഷ്യൽ വർക്കറാണല്ലോ, അവർ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എന്നുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാതെ അവർ ചെയ്യുന്ന വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനൊക്കെയാണ് പ്രാഥമികമായ പരിഗണന. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെയും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ, ആ കാലാവസ്ഥാ വ്യതിയാനം അവരെ പിടിച്ച് ഉലച്ചിരിക്കുകയാണ്. ആ കര തിന്നുകൊണ്ടിരിക്കുകയാണ് കടൽ. അപ്പോൾ കര തിന്നുന്നൊരു കടലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടെ ഞാനിവിടെ വലിയതുറ പോയപ്പോൾ അവിടുത്തെ നമ്മുടെ പ്രവർത്തകർ സുഹൃത്തുക്കൾ പറഞ്ഞു, സാറേ അങ്ങോട്ട് നോക്കൂ, ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ അതൊക്കെ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു. അവരെ വീഡിയോ എനിക്ക് കാണിച്ചു തരാണ്. ഏതാണ്ട് 300 മീറ്റർ ദൂരം പോയിരിക്കുന്നു. നമുക്ക് ഉടനെ അത് റിക്ലൈം ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും അവരുടെ ദാരിദ്ര്യ ദുഃഖങ്ങളെ കൂടുതൽ മൂർച്ഛിപ്പിച്ചിരിക്കുകയാണ്. ഇടത്തരക്കാർക്കാണെങ്കിൽ ഈ DA കിട്ടിയില്ല, അതുപോലുള്ള പ്രശ്നങ്ങൾ, അവരവരുടെ അടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ ചാല ഉൾപ്പെടുന്നതാണല്ലോ, ചാലയും പാളയും ഒക്കെ ഉൾപ്പെടുന്നതല്ലേ, മണക്കാട് ചന്ത. അപ്പോൾ അവിടേക്കുള്ള വ്യാപാരികൾ, ഇപ്പോൾ ഞാനിവിടെ പല കോപ്പറേറ്റീവ് സെക്ടറിലെല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും, എടുത്ത പണം അടയ്ക്കാൻ പറ്റുന്നില്ല. എടുത്ത പണം തിരിച്ചടയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ജപ്തി ഭീഷണിയെ നേരിടുകയാണ്. ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടുകൾ വന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. അവരുടെ കടം ആശ്വാസം കൊടുക്കാൻ കഴിയണം. ഇത്തരം കാര്യങ്ങൾക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. നിലവിലെ ഇവിടുത്തെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് ആൻ്റണി രാജു ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ UDFന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിൽ നിന്നും ഒരു ഗുണം കാർവ് ചെയ്തെടുക്കാനൊന്നും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ശ്രമിക്കുന്നില്ല. അത് അത്രമാത്രം ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഇന്നൊരു കോൺവിക്റ്റാണ്, അക്യൂസ്ഡ് അല്ല. അപ്പോൾ ഒരാൾ കോൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കോൺവിക്റ്റ് അദ്ദേഹത്തിന് സ്റ്റേ കിട്ടാനായിട്ട് ശ്രമിച്ചു. അത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിയാകുമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായില്ല. അപ്പോൾ അതിൽ നിന്നൊരു നേട്ടം ഉണ്ടാക്കാനൊന്നും മറ്റൊരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റ് 2 മുന്നണികളിലും ഇപ്പോൾ സെൻട്രലിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി പ്രചരണം പെട്ടെന്ന് തുടങ്ങാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇവിടെയല്ലേ, അവിടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. ഇന്നിപ്പോൾ പ്രഥമ കമ്മിറ്റി കഴിഞ്ഞു. DCC ഓഫീസിലായിരുന്നു കമ്മിറ്റി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങി. ഇന്നിപ്പോൾ അതിൻ്റെ പണിക്ക് പോവുകയാണ്. ഞാൻ തിരക്കിലാണ്, കുറച്ച് അഭിനയിക്കുന്നതല്ല. അപ്പോൾ പൂർണ്ണമായ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്? 100% പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായും 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ് CP ജോൺ ഉള്ളത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം മാധുര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.